ആഗോള അയ്യപ്പ ഭക്ത സംഗമം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഹൈക്കോടതി വിമർശനവും ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് നീക്കം. ഇന്നും സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സാധ്യത. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവും അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഹൈക്കോടതി വിമർശനവും എല്ലാം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലായിരിക്കും സർക്കാരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തെല്ലാം വിവാദ വിഷയങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ചയാകുക സഭയിൽ? രോഹിണി, ഗുഡ് മോർണിംഗ്, നമസ്തേ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആഗോള അയ്യപ്പ സംഗമവും ഒപ്പം തന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സഭയിൽ എത്താൻ പോവുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. അതിൽ കൃത്യമായൊരു നിലപാട്, തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ എന്താണ് UDFന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്താതിരിക്കുന്ന സാഹചര്യത്തിൽ UDF കോൺഗ്രസ് ഈ വിഷയം സഭയിലേക്ക് എത്തിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് അടിയന്തര പ്രമേയമായോ ശ്രദ്ധ ക്ഷണിക്കലായോ വിഷയം സഭയിലേക്ക് ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. അതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിട്ടുള്ള വിമർശനങ്ങളും അടക്കം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം, അതിൻ്റെ ലക്ഷ്യം ഏത് തരത്തിലാണ്, സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സഭയിലേക്ക് ഇന്ന് എത്തുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സഭയിൽ പ്രതിപക്ഷ MLA-മാരും ഭരണപക്ഷ MLA-മാരും തമ്മിലുള്ള വാക്പോരിലേക്കൊക്കെ ഈ വിഷയം എത്താനുള്ള സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ അതിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഭരണപക്ഷം സ്വീകരിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ചർച്ചകൾ നടക്കാറുണ്ട്. ആ ചർച്ചയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, വിഷയത്തിനപ്പുറം നിന്നുള്ള വിമർശനങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തെ ഈ ചർച്ചയിലേക്ക് വലിച്ചിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുമുണ്ട്. സമാനമായൊരു സാഹചര്യം ഇന്നും സഭയ്ക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഉച്ചവരെയാണ് സഭ ചേരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ വിഷയം കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ചർച്ച നടത്തി നിലപാടുകൾ ആവർത്തിക്കാനും ഭക്തർക്കൊപ്പമുള്ളവരുടെ നിലപാടുകൾ അറിയിക്കാനുമാണ് UDF ഒരുങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഹൈന്ദവ സംഘടനകളുടെ അവരുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ കൊട്ടാരമടക്കം, പന്തളം കൊട്ടാരം അടക്കമുള്ളവരും ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ അവരുടെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ UDFന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ പരിപാടികൾ നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകാൻ തയ്യാറായിരുന്നില്ല. അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരുപക്ഷെ പ്രതിപക്ഷം സഭയിൽ അതിൻ്റെ പ്രതികരണം നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും പോകാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം KSU മാർച്ച് തലസ്ഥാനത്തുണ്ടായി. മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ KSU പ്രവർത്തകർക്കെതിരെ സ്വീകരിച്ച ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അത് പിന്നീട് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ഒക്കെ തന്നെ ചെയ്തു. നിരവധി KSU പ്രവർത്തകർക്കും പോലീസുകാർക്കും ഒക്കെ സംഭവത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ KSU മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് എത്തിക്കും. കൂടാതെ തന്നെ സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതനം തമ്മിലുള്ള അന്തരം കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചോ അല്ലെങ്കിൽ എന്താണ് സർക്കാർ സ്വീകരിച്ച നടപടികൾ, ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് സഭയിലേക്ക് ചോദ്യോത്തരങ്ങളായി എത്താനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും തുടർച്ചയായി 4ാം ദിവസവും സഭ പ്രക്ഷുബ്ധമാകുമെന്നുള്ളതിൽ സംശയമില്ല. വിവിധ വിഷയങ്ങൾ സഭയിലേക്ക് എത്തുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയവും ഒപ്പം തന്നെ അയ്യപ്പ സംഘവുമാണ്. രോഹിണി. ശരി ശാലിനി, എന്തായാലും ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമവും അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഹൈക്കോടതി വിമർശനവും എല്ലാം ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.